ഹലോ ഗായ്സ്, വെൽക്കം ടു അൽനാസ് അമേസിംഗ് വേൾഡ്. അപ്പോൾ രാത്രിയായപ്പോൾ ബോറടിച്ചപ്പോൾ ഞങ്ങൾ നേരെ ബിന്ദാസ് കിച്ചണിലോട്ടാണ് പോയത്. മെഹർ മന്തിന്നോ എന്നൊക്കെ അതിനെ വിളിക്കാം. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് മൈ പേഴ്സണൽ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ് ബിക്കോസ് ഉപ്പിലിട്ട മാങ്ങ. പക്ഷേ ഗായ്സ്, ഫോർ മൈ ബാഡ് ലക്ക് ഉപ്പിലിട്ട മാങ്ങ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പിലിട്ട നെല്ലിക്ക വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തത്. മെയിൻ ഫുഡായിട്ട് നമ്മൾ അൽഫാമാണ് ഓർഡർ ചെയ്തത്. ഞാൻ നോർമൽ അൽഫാമായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ ഓർഡർ ചെയ്തത് കാന്താരി സ്പെഷ്യൽ അൽഫാമായിരുന്നു. കണ്ടാൽ തന്നെ അറിയാം, ഇറ്റ് ഈസ് സോ സ്പൈസി. ഞാൻ എന്തായാലും എൻ്റെ അൽഫാം കഴിക്കാൻ തുടങ്ങിയത് തന്നെ കുക്കുംബറാണ്. എനിക്ക് ഉപ്പിലിട്ട സാധനം ഭയങ്കര വീക്ക്നെസ്സാണ്, അതുകൊണ്ടാണ് അത് വെച്ച് സ്റ്റാർട്ട് ചെയ്തത്. നൗ ഇറ്റ്സ് ടൈം ഫോർ അൽഫാം. കഴിച്ചു നോക്കി ആൻഡ് ഐ ലവ്ഡ് ഇറ്റ്. ഇവിടുത്തെ അൽഫാം ഇസ് ഓൾസോ വൺ ഓഫ് മൈ ഫേവറേറ്റ് അൽഫാം. ദെൻ അമ്മയുടെ കാന്താരി ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല ആൻഡ് വി ആർ ട്രൈയിങ് ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഞാനൊരു പീസ് ട്രൈ ചെയ്യാൻ വേണ്ടി എടുത്തു. ആൻഡ് ഗൈസ്, നമുക്ക് കഴിച്ചു നോക്കാം. ആൻഡ് ഐ ഏറ്റ് ഇറ്റ് ആൻഡ് വായിൽ വെച്ചപ്പോൾ തൊട്ട് ഗൈസ്, എൻ്റെ ദൈവമേ, എരിവ് സഹിക്കാൻ പറ്റില്ല. ഇറ്റ് വാസ് സോ സ്പൈസി. കാന്താരി ആണെങ്കിൽ നിങ്ങൾക്ക് പറയണ്ടല്ലോ, ഇറ്റ് വിൽ ബി സോ സ്പൈസി. എനിക്കാണെങ്കിൽ ഒട്ടും പറ്റണ്ടായിരുന്നില്ല. ദാറ്റ് ഐ ഡ്രിങ്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ. എന്നിട്ടും ഒന്നും പറ്റിയില്ല. ഇറ്റ് വാസ് ടു സ്പൈസി ഫോർ മീ. പിന്നെ ഞാൻ എന്തായാലും എൻ്റെ അൽഫാം തന്നെ കഴിക്കാൻ തുടങ്ങി. ഞാൻ കാന്താരിയിലോട്ട് പിന്നെ നോക്കിയിട്ടേ ഇല്ല ആൻഡ് കഴിച്ചു. അങ്ങനെ ഫുഡ് എൻ്റെ അൽഫാമൊക്കെ കംപ്ലീറ്റ് ആയി. ഞാൻ വയറ് നിറച്ചതിനെ കഴിച്ചിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് ആ എരിവ് പോണില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഉപ്പിലിട്ട നെല്ലിക്കയും കൂടി കഴിച്ചു. എന്നിട്ടും അത്ര ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഗൈസ്, ഞാൻ ഒരു കൂട്ടം കൂടെ വാങ്ങിച്ചു, ഉപ്പിലിട്ട കുക്കുംബർ. ഒരു പാത്രം കൂടെ വാങ്ങിച്ചിട്ട് അതും ഞാൻ കുത്തിക്കയറ്റി കഴിച്ചു. കാരണം എൻ്റെ വായിന്ന് പൊള്ളണ പോലത്തെ ആയിരുന്നു ഫീലിങ്. ദെൻ അവിടെ നിന്ന് ഇറങ്ങി ബില്ലൊക്കെ കളക്ട് ചെയ്തു. കാരണം എനിക്ക് ജേർണലിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ